പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്ന വിവരം മലയാളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയം. ചെറിയ വാർത്തയായിട്ടൊക്കെ വന്നിരുന്നു ചാനലുകളിലൊക്കെ. ഇപ്പോൾ അവിടെ എന്തോ ഒരു കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വലിയ ബ്രേക്കിംഗ് ന്യൂസ്, വലിയ സംഭവം. എന്നിട്ട് അതിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ സ്മൈലി ചിഹ്നങ്ങൾ. എന്താണ് ഇതൊക്കെ? അതാണ് നമ്മുടെ ശവന്തീനി കഴുകന്മാർ പ്രയാഗ്രാജിൽ കേരളത്തിൽ നിന്ന് പറന്നിറങ്ങിയിരിക്കുന്നു. കാരണം കുംഭമേളയിൽ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാവാൻ ഇവർ കാത്തിരിക്കുകയായിരുന്നുവെന്ന് വ്യക്തം. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എങ്ങനെയാണ് ഈ കുംഭമേള എന്ന് പറയുന്ന ഏതാണ്ട് 40 കോടിയിലേറെ ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേള നടക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ രാജ്യങ്ങൾ ഔദ്യോഗികമായി പ്രതിനിധി സംഘങ്ങളെ വരെ അയക്കുന്നു. ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ, UAE-യിൽ നിന്ന്. നമ്മൾ പറഞ്ഞു ഒരു വനിതയാണ്, തട്ടമിടാത്ത വനിതയാണ് അത് നയിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിട്ട് മലയാളത്തിലെ ദിനപത്രങ്ങളിൽ 1-ാം സ്ഥാനമുണ്ടെന്ന് പറയുന്ന മലയാള മനോരമ ദിനപത്രത്തിൽ പോലും കുംഭമേളയുടെ ഉദ്ഘാടന ദിവസം മുതൽ ഇന്ന് വരെ ഒരു ചിത്രം 1-ാം പുറത്ത് വന്നിട്ടില്ല. മലയാളത്തിലെ ഒരു ചാനലും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു ജനസഞ്ചയം അവിടെ കൂടി, ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കൾ അവിടെ, കേരളത്തിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കൾ പ്രയാഗ്രാജിലെ വിശുദ്ധ ഘട്ടുകളിലെത്തി പുണ്യസ്നാനം ചെയ്യുന്ന ഈ മഹാകുംഭമേളയെ തമസ്കരിച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. പക്ഷേ ഇടയ്ക്ക് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു, കാരണം ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചു. ഇടയ്ക്ക് ഗ്യാസ് പൊട്ടി. അതായത് ഇവരെ സംബന്ധിച്ച് ഹിന്ദുക്കളുടെ ഒരു ആഘോഷം അവിടെ നടക്കുന്നതിൽ കടുത്ത അസഹിഷ്ണുക്കളായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ. അവിടെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് പറയുന്നത് കേട്ടോ, ഇവിടെ ആദ്യം എത്തിയത് നമ്മുടെ ഏഷ്യാനെറ്റ് വാർത്താ സംഘമാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വാർത്താ സംഘം ഇല്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു എന്നല്ലേ മനസ്സിലാവുള്ളൂ. ആദ്യമായി പ്രയാഗ്രാജിലെത്തിയ വാർത്താ സംഘം നമ്മുടേതാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് എത്തിയില്ലായിരുന്നു എന്നാണ്. ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും കുംഭമേളയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ മലയാളി മാധ്യമങ്ങളുടെ ഇതുവരെയുള്ള ആഗ്രഹം എന്തായിരുന്നു? കുംഭമേള, അത് ഈ വൃത്തികെട്ട ഹിന്ദുക്കളുടെ, അങ്ങനെ തന്നെ പറയണം. ഇവരുടെ പ്രോഗ്രാം കാണാൻ ഇപ്പോഴും കേരളത്തിൽ ഹിന്ദുക്കളാണ് ജനസംഖ്യയിൽ ഭൂരിപക്ഷം അല്ലേ. ഇപ്പോഴും ഭൂരിപക്ഷം ഒന്നും ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഹിന്ദുക്കൾക്ക് പല ജാതിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഹിന്ദുക്കളല്ലെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷേ ഹിന്ദുക്കൾ തന്നെയാണ് കേരളത്തിലും ജനസംഖ്യയിൽ ഇപ്പോഴും ഭൂരിപക്ഷം. 50% പ്ലസ് ഉണ്ട് ഹിന്ദുക്കൾ. അവരുടെ ഒരു വലിയ ആഘോഷം, ഉത്സവം, അതും 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരാഘോഷം നടക്കുമ്പോൾ അതിനെ നിങ്ങൾ തൃണവൽഗണിച്ചു. എന്നിട്ട് അവിടെ ഒരു ദുരന്തമുണ്ടായപ്പോൾ നിങ്ങൾ ശവങ്ങൾ തേടി വന്നിരിക്കുന്നു. ഇത് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇത് നാളത്തെ പത്രങ്ങളിലെല്ലാം 1-ാം പേജിലുണ്ടാവും, എല്ലാ പത്രങ്ങളിലും ഉണ്ടാവും. ഇതുവരെ 1-ാം പേജിൽ കുംഭമേളയ്ക്ക് സ്പേസ് കൊടുക്കാത്തവർ കുംഭമേളയിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി, ഒരു ദുരന്തമുണ്ടായത് 1-ാം പേജിൽ കൊടുക്കും. നമ്മൾ കഴിഞ്ഞ വർഷം ഈ സൗദിയിൽ ഹജ്ജിന് പോയ ആളുകളുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സിനു ഓർക്കുന്നുണ്ടോ? സിനു ABC-യിൽ വരുന്നതിന് മുമ്പാണോ എന്നറിയില്ല. അതായത് അവിടെ 200ഓളം ആളുകൾ ചൂട് കൊണ്ട് സൗദിയിലും മരിച്ചിരുന്നു. ഒറ്റ മാധ്യമത്തിൽ വാർത്ത വന്നില്ലല്ലോ. പല മാധ്യമങ്ങളും മുക്കി. ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിലായിരുന്നു അത് മുക്കിയവർ. എന്നാൽ പിന്നെ ഇത്രയും ആളുകളെ കൊണ്ട് പോകാമോ, വേനൽക്കാലമല്ലേ, കടുത്ത ചൂടാണോ എന്ന് പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ പറയുന്നതെന്നറിയോ, ഇപ്പം ഞാൻ മലയാളത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരു മാധ്യമം 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തൊക്കെ ഒരു മാറി മാറി വരാറുണ്ട്. ആ മാധ്യമം പറയുകയാണ് BJPക്കും യോഗിക്കും വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ നാളെ യോഗി രാജിവെക്കും, സർക്കാർ വീഴും. ഇന്ന് 10 മൗനി അമാവാസിയാണ്. ഇന്ന് 10 കോടി ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. 10 കോടി ആളുകൾ പങ്കെടുക്കുന്ന ഈ കുംഭമേളയിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. ഇവിടെ കുസാറ്റിൽ കഷ്ടിച്ച് 1000 പേര് പങ്കെടുക്കുന്നിടത്ത് സ്റ്റാമ്പേഡ് ഉണ്ടായിട്ട് എത്ര പേര് മരിച്ചു? ഇത്രയും ദിവസമായില്ലേ കുംഭമേള തുടങ്ങിയിട്ട്? ഇത്രയും ദിവസം ഒരു പരാതിയില്ലാതെ ഒന്നാന്തരം ഇവന്റ് മാനേജ്മെൻറ്റും ക്രൗഡ് മാനേജ്മെൻറ്റുമായി അത് നടന്നു. ഇന്നിപ്പോൾ സംഭവിച്ചത്, ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അവിടെ ഗംഗ, യമുന, ഭൂമിക്കടിയിലൂടെ ഒഴുകിവരുന്ന സരസ്വതി നദി 3ഉം കൂടെ ചേരുന്ന ഒരു പ്രത്യേക ഘാട്ടുണ്ട്. അവിടെ കുളിക്കാൻ വേണ്ടി അനിയന്ത്രിതമായ ഒരു തിരക്കുണ്ടായി. ത്രിവേണി സംഗമം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഒരു ബാരിക്കേഡ് തകർന്നു വീണു. ഇത് സ്വാഭാവികമല്ലേ? സ്വാഭാവികമായി സംഭവിക്കാതെ. ഇനി എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് അറിയത്തുള്ളൂ, അന്വേഷണം നടക്കട്ടെ. പക്ഷേ അതിനെ ഇവർ ആഘോഷിക്കുകയാണ്, അതിനെ ഇവർ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നു. രാഷ്ട്രീയം, ഡൽഹി ഇലക്ഷൻ വരുമ്പോൾ BJPക്ക് വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അങ്ങനെയാണോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന 3-ാമത്തെ സ്ഥലമാണ്. അപ്പോൾ അവിടെ വരുന്ന ഇത്രയും ആളുകളെ 3-ാമത്തെ സ്ഥലമല്ല, 1-ാമത്തെ സ്ഥലമാകാൻ പോവുകയാണ്. അതിലുള്ള അസഹിഷ്ണുതയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന റിലീജിയസ് സ്പോട്ടായി പ്രയാഗ്രാജിലെ കുംഭമേള മാറുന്നതിൽ അസ്വസ്ഥതയുള്ള ആളുകളുണ്ട്.
അതുതന്നെയാണ് കുംഭമേള ഹിന്ദുവിൻ്റെ ഒരു ഹിന്ദു ഐക്യം. ഒരു കേരളത്തിൽ കുംഭമേള വലിയ വാർത്തയൊന്നും ആയിരുന്നില്ല. ഇപ്പം കുംഭമേളയ്ക്ക് പോകാതെ പരിഭ്രാന്തരാവുകയാണ്, പോകാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. അങ്ങനെ കേരളത്തിൽ പോലും വലിയ ട്രെൻഡായിട്ട് കുംഭമേള മാറുന്നു. ഹിന്ദുവിൻ്റെ ഒരു ഉണർവുണ്ടായി വരുന്നു. സഹിക്കത്തില്ല കുംഭമേളയെക്കുറിച്ച് കുംഭമേളയുടെ വാർത്ത കൊടുക്കാതിരുന്ന പത്രങ്ങൾ ഇന്നിപ്പോൾ ചാനലുകൾ ഇന്നിപ്പോൾ ഈ വാർത്ത കൊടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശവം തേടി വരുന്ന കഴുകന്മാരാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. ഒരാൾ പറയാണ് അത് കൊമേഴ്സ്യലാക്കി. അതെ, 7,000 കോടി എടുത്ത് 6,100 കോടി എന്ന് എക്കണോമിക്സ് ടൈംസ് പറയുന്നത് 7,000 കോടി എടുത്ത് മുടക്കിയിട്ട് 2 ലക്ഷം കോടി രൂപ UP സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നു. ഇവർ തന്നെ ചോദിച്ചു, ഗുജറാത്തിൽ പട്ടേൽ പ്രതിമ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുമെന്ന്. പട്ടിണി മാറിയല്ലോ. അതിൻ്റെ മുടക്ക് മുതലിൻ്റെ എത്രയോ ഇരട്ടി തിരിച്ചു കിട്ടി. എത്ര ആളുകൾക്ക് അവിടെ ജീവിതമുണ്ടായി, ഉപജീവന മാർഗമുണ്ടായി. ആ പ്രദേശം നർമ്മദാ നദിയുടെ തീരത്തല്ലേ, ആ പ്രദേശമാകെ മാറി. ലോകത്ത് എവിടെ നിന്നും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പട്ടേലിൻ്റെ BJP സർക്കാർ ഉണ്ടാക്കിയാൽ പട്ടേലിനെ ആണെങ്കിൽ പോലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ കുബുദ്ധികളായ മാധ്യമങ്ങളുണ്ട്. ഇപ്പോഴും പറയും പ്രതിമ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുന്നത്. കുംഭമേള എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ഉജ്ജ്വലമായ ഒരാഘോഷം നടക്കുന്നതിനെ തമസ്കരിക്കുകയും അവമതിക്കുകയും ചെയ്തിരുന്ന ആളുകൾ വീണ്ടും അതേ തന്ത്രവുമായിട്ട് വന്നിരിക്കുക. കൊമേഴ്സ്യലൈസ് ചെയ്തു. എന്താണ് വൃത്തിയായി ഭംഗിയായി നടത്തി അവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അതിലൂടെ സർക്കാരിന് റവന്യൂ ഉണ്ടായി. അതവർക്ക് സഹിക്കുന്നില്ല. UP സർക്കാരിന് 2 ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാകുന്നു. പിന്നെ വേണ്ട 15 ലക്ഷം തൊഴിലവസരങ്ങൾ. ഇന്നലെ നമ്മുടെ ഒരു വീഡിയോയിൽ വിശദമായി ഓരോ മേഖലയിലും ഏതെത്ര തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് നമ്മളല്ലേ എക്കണോമിക് ടൈംസ് എന്നുള്ള പത്രം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പറഞ്ഞ് റിപ്പറ്റീഷൻ ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് പ്രേക്ഷകർ കാണണം, പ്രേക്ഷകർ തിരിച്ചറിയണം. പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇവർ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, ഇവരുടെ ആഹ്ലാദം അണപൊട്ടിയൊഴുകുകയാണ്. നമുക്ക് ഇവരെ പറയുന്നത് സ്വാഭാവികമാണ് എന്ന് അംഗീകരിക്കാമായിരുന്നു. ഇത്രയും ദിവസങ്ങൾ അമിത്ഷാ കുംഭമേളയ്ക്ക് സ്നാനം ചെയ്തു. ഇവിടുത്തെ പത്രങ്ങളോ ചാനലുകളോ കാണിച്ചോ? യോഗി ആദിത്യനാഥിൻ്റെ 40-40ഓളം ആളുകൾ വരുന്ന മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങൾ സ്നാനം ചെയ്തു. ഏതെങ്കിലും ചാനൽ ഏതെങ്കിലും പത്രത്തിൽ ഫോട്ടോ വന്നോ? ഇല്ലല്ലോ. അത് നിസ്സാര കാര്യമാണ്. ഇന്ത്യയിലെ 140 കോടി ജനസംഖ്യയിൽ 80% ഇപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള കുറേ മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ പറയാതെ നിവർത്തിയില്ല. നമ്മുടെ സഹജീവികളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവർക്ക് തിമിരം ബാധിച്ചിരിക്കുകയാണ്, അന്ധത ബാധിച്ചിരിക്കുകയാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവർക്ക് അടിമുടി രക്തത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. രക്തത്തിൽ, ശരീരത്തിലല്ല, രക്തത്തിൽ. ആ രക്തത്തിലുണ്ടാകുന്ന ചൊറിച്ചിലിൻ്റെ ബഹിർസ്ഫുരണമാണ് ഇപ്പോൾ ചാനലുകളിൽ കാണുന്ന ഈ മരണം ആഘോഷിക്കുകയും അതിനെ കൊലപാതകമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കും. സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടുണ്ടാകുന്നത് ഒരു തരത്തിൽ ഹോമിസൈഡാണ് അല്ലേ? അതെ, ആക്സിഡൻ്റ് അല്ല, ഇവരെ സംബന്ധിച്ച് ഹോമിസൈഡാണ്. ഇത്രയും ആളുകളെ പ്രയാഗ്രാജ് എന്നും ഒരു വിദ്വാൻ ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് പറയുകയാണ്, ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നഗരമാണ് പ്രയാഗ്രാജ്. അതുകൊണ്ട് എന്ത് വേണമായിരുന്നു? അതുകൊണ്ട് കുംഭമേള നടത്താൻ പാടില്ലായിരുന്നു. എങ്കിൽ ഇയാളുടെ സെക്കുലർ രോമങ്ങൾ എണീറ്റ് നിൽക്കുമായിരുന്നു അല്ലേ? അപ്പോൾ കുംഭമേള അവിടെ വിജയകരമായി നടക്കുന്നതിൽ നിങ്ങൾ കാത്തിരിക്കുക. ഒരു ദുരന്തം, ഒരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു ഒരു വലിയ തീ ഉണ്ടായി, പ്രയാഗ്രാജിന് മുഴുവൻ തീ പിടിക്കുമെന്ന് ആഗ്രഹിച്ചു. നടന്നില്ല. ഇപ്പോൾ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായപ്പോൾ നിങ്ങൾ BJP സർക്കാരിൻ്റെ പ്രതിസന്ധി, യോഗി സർക്കാരിൻ്റെ പ്രതിസന്ധി, മോദിക്ക് ഭീഷണി, ഡൽഹി ഇലക്ഷനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായങ്ങൾ പറയുക. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു വലിയ സംഭവം ഇത്രയും ദിവസം അതിശക്തമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഒന്നാന്തരം മാനേജ്മെൻറ്റോടുകൂടി നടന്നിരിക്കുന്ന കാര്യങ്ങളെ കാണാതെ ഇന്നുണ്ടായ അപകടത്തെ ആഘോഷിക്കുന്ന നെറികെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെ ഊളകളെന്ന് നമുക്ക് വിളിക്കാതെ നിവർത്തിയില്ല. പക്ഷേ ചില മാധ്യമപ്രവർത്തകർ അവിടെ UP സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ഈ നിലപാടുകളെ അഭിനന്ദിക്കുന്നുണ്ട്. അഭിനന്ദിച്ച് ഇവരുടെ ഇത്രയും കാലം കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ചാനലുകൾ ആ ചർച്ച ചെയ്യുന്ന വ്യക്തിയെ പെട്ടെന്ന് ഒഴിവാക്കും. ഓ ശരി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കും. അവർ പ്രതീക്ഷിക്കുന്ന അതല്ല, അവർ ആഗ്രഹിക്കുന്ന ഉത്തരം അല്ലേ? അവരാഗ്രഹിക്കുന്നതല്ല. ഇവര് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരില്ലേ, പിണറായി വിജയൻ സർക്കാർ സത്യത്തിൽ ഒരു ഡെലിഗേഷൻ അയക്കും. ലോകരാജ്യങ്ങൾ അയച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എല്ലാ ലോകരാജ്യങ്ങളും അങ്ങോട്ട് വിട്ടിരിക്കുന്നത് ജലത്തിൽ കുളിക്കാനൊന്നുമല്ല, ഇത് പഠിക്കാനാണ്. എങ്ങനെ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു,
എങ്ങനെ മാലിന്യം നീക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് ആയ ഒരു മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട്, ഇന്നലെ തിരിച്ചു വന്നു. ഞാൻ അവരെ വിളിച്ചിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു. സിനു അറിയാമല്ലോ, എനിക്ക് പോകാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, പോകാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും എൻ്റെ മനസ്സ് അവിടെയുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നു ഒരു 20 കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരും. അവിടെ നടപ്പാണ് കുംഭമേളയ്ക്കുള്ളത്. നടക്കുന്നു, ഓരോ ഘാട്ടുകളിൽ പോകുന്നു, കുളിക്കുന്നു, കാഴ്ചകൾ കാണുന്നു, അങ്ങനെ പോകുന്നു. എല്ലാവരും ഭക്തിയോടെ വരികയാണ്, വേറൊരു ലോകത്താണ്. അങ്ങ് വരുമ്പോഴത്തേക്ക് പറഞ്ഞു കുപ്പിവെള്ളം കിട്ടാനുണ്ട്, 10 രൂപയ്ക്ക് കുപ്പിവെള്ളം കിട്ടും. UP സർക്കാരിൻ്റെ അംഗീകൃതമായ ISI മുദ്രയുള്ള കുടിവെള്ളമാണ്. ഈ കുടിവെള്ളം ആളുകൾ വാങ്ങി കുടിക്കുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ കാലി കുപ്പികൾ, പെറ്റ് ബോട്ടിലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുപ്പി ഇടാനുള്ള സ്ഥലത്ത് നിക്ഷേപിക്കുന്നുണ്ട്. ചില ആളുകൾ വഴിയിലിടുന്നുണ്ട്. വഴിയിലിട്ട് കഴിഞ്ഞാൽ 1 സെക്കൻഡിനുള്ളിൽ ആ കുപ്പി ഇല്ലാണ്ടാവും. ശരാശരി ഒരു ദിവസം 1 കോടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കുഴിമന്തിയൊന്നുമല്ല, ചപ്പാത്തിയും ദാൽക്കറിയും സൗജന്യമാണ്. ആലോചിക്കണം. വിവിധ സന്യാസമഠങ്ങളും മറ്റും അഖാഡകളും, ജൂനാഖാഡ പോലെയുള്ള അഖാഡകളും ഒക്കെ അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. 2-3 ചപ്പാത്തിയും ദാൽക്കറിയും കൊടുക്കും. അത് പേപ്പർ പ്ലേറ്റിലാണ് കൊടുക്കുന്നത്. മിനിമം 1 കോടി ആളുകൾ വരുന്നുണ്ടെങ്കിൽ 1 കോടി പേപ്പർ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ ഒരു നേരം. ഈ പേപ്പർ പ്ലേറ്റ് പോലും അവിടെ കാണാനില്ല. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഇതൊക്കെ മാനേജ് ചെയ്ത് പോകും. എൻ്റെ സുഹൃത്ത് പറഞ്ഞു വരുന്ന വഴിയിൽ ഒരു കഷ്ണം കടലാസ് കണ്ടിട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു വലിയ, ഇപ്പോൾ ശബരിമലയിൽ പോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാരാമൺ കൺവെൻഷൻ ആവട്ടെ, ഏതെങ്കിലും വലിയ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ യോഗം, 1 ലക്ഷം പേര് പങ്കെടുക്കുന്ന യോഗമാണ്, എത്ര പോലീസുകാരുണ്ടാവും. UP നമുക്ക് നോക്കിയാൽ, അവിടെ നോക്കിയാൽ പോലീസുകാരൊക്കെ ഉണ്ട്, പക്ഷേ യൂണിഫോം ഇട്ട പോലീസുകാരുടെ ധാരാളിത്തം കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് കാക്കി കാണാം. പക്ഷേ നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയാം ഒരു പോലീസുകാരൻ, ഒരു അർദ്ധസൈനികൻ, ഒരു പാരാമിലിറ്ററി ഫോഴ്സിലെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ഫീലുണ്ട് ആളെ കാണുമ്പോൾ, യൂണിഫോം ഇല്ലെങ്കിലും. അങ്ങനെയുള്ള ആളുകൾ ഓരോ 10 പേരിൽ ഒരാൾ അതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. കാരണം മഫ്തിയിലാണ് മഹാഭൂരിപക്ഷം സൈനികരെയും വിന്യസിച്ചിരിക്കുന്നത്. അതായത് അനിയന്ത്രിതമായ ഒരു ഇടപെടലൊന്നും നടത്തില്ല. എന്നാൽ എല്ലാം സൂക്ഷ്മ നിരീക്ഷണമാണ്. 10,000 ക്യാമറകൾ വെച്ചിട്ടുണ്ട്. 10,000 ക്യാമറകൾ. അതിൽ 5,000 ക്യാമറകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളാണ്. അതായത് 8,000 ഏക്കർ വരുന്ന പ്രയാഗ്രാജിലെ ഈ വിശുദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലം അത്രയും അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അതിവിശാലമായ ഒരു കൺട്രോൾ റൂം, ഓരോ ക്യാമറയിൽ നിന്നുമുള്ളതും നിരീക്ഷിക്കാൻ 100 കണക്കിന് ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു ഈച്ച പറന്നാൽ കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും വലിയ സുരക്ഷാ സന്നാഹം. ഇന്നല്ലേ ദുരന്തം ഉണ്ടായത്. ഇത്രയും ദിവസം ഇന്ന് 10 കോടി പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നടന്ന എല്ലാ ദിവസങ്ങളിലും ചേർന്നാൽ 10 കോടിയിൽ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. അന്നെന്താ ഉണ്ടാവരുത്? അന്നൊന്നും ഇത് നടന്നപ്പോൾ ഇതൊരു അത്ഭുതമാണ്. ഇതൊരു ലോകത്തെ ഹിന്ദുവിൻ്റെ മഹാമേളയാണ്. ഹിന്ദുവിൻ്റെ ഐക്യം വിളിച്ചറിയിക്കുന്നതാണ്, ഹിന്ദുവിൻ്റെ ഭക്തി വിളിച്ചറിയിക്കുന്നതാണ്, അവൻ്റെ അർപ്പണം വിളിച്ചറിയിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോൾ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ശവങ്ങൾ തേടി വന്നിരിക്കുക. എന്നിട്ടിപ്പോൾ പറയുകയാണ്, ഉത്തർപ്രദേശ് ഹൗസിൻ്റെ മുന്നിൽ നിന്നൊരു വിദ്വാൻ പറയുകയാണ്, ഞാൻ ഉത്തർപ്രദേശ് ഹൗസിൻ്റെ മുന്നിലാണ്, എത്ര പേർ മരിച്ചു എന്ന് പോലും പറയുന്നില്ല. അപ്പോൾ ഇനി ഇയാൾക്ക് വേണ്ടതെന്നറിയോ? ശവശരീരങ്ങളുടെ എണ്ണമാണ് വേണ്ടത്. എത്ര നെറികെട്ട മാധ്യമ പ്രവർത്തനമാണ് നടന്നത്. ഇത് ഹിന്ദുവിനോടെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സഹോദരങ്ങൾ സൗദിയിൽ പോയി കൊടും ചൂടിൽ മരിച്ചിട്ടുണ്ട്. ആദ്യത്തെ തവണയൊന്നുമില്ല, എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തും മരിക്കുന്നുണ്ട്. ചൂട് സഹിക്കാൻ പറ്റാതെ. നിങ്ങൾ ഏത് മാധ്യമം റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ വാർത്ത കൊടുത്തിട്ട് ഇങ്ങനെ നെഗറ്റീവ് വാർത്തകൾ കൊടുത്ത് അവിടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പോവാതിരിക്കണം, നിങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ എന്തിനാണ് സിനു അതിനെ നിങ്ങൾ ഡൽഹി ഇലക്ഷനുമായി കണക്ട് ചെയ്തത് എന്തിനാണ്? പക്ഷേ ഒറ്റ കാര്യമുണ്ട്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ ട്രെയിൻ വഴിയോ അല്ലെങ്കിൽ വിമാനമാർഗമോ ഉത്തർപ്രദേശിലേക്കോ ഈ പ്രയാഗ്രാജിലേക്കോ പോകാൻ പറ്റുമോ എന്നൊന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കണം. ഒരൊറ്റ ടിക്കറ്റും കിട്ടാനില്ല. അപ്പോൾ കേരളത്തിലുള്ള ആളുകളൊക്കെ പോകേണ്ടവർ പോകുന്നുണ്ട്. മാധ്യമങ്ങൾ അത് അറിയാത്തതല്ല, അറിഞ്ഞില്ലെന്ന് ഭാവിക്കുകയാണ്. അവർക്ക് സഹിക്കുന്നില്ല. ഇത്രയും കാലം ഇവർ കൊമേഴ്സ്യലൈസ് ചെയ്തു എന്ന് പറയുന്നില്ലേ? കൊമേഴ്സ്യലൈസ് ചെയ്ത് യോഗി സർക്കാർ പ്രധാനമന്ത്രിയുടെ സപ്പോർട്ടോടുകൂടി ഈ വ്യാപകമായി കുംഭമേളയെക്കുറിച്ച് പബ്ലിസിറ്റി നടത്തി. പത്രങ്ങളിലൊക്കെ പരസ്യമുണ്ട്, ഇവരുടെ മാധ്യമങ്ങളിലും കിട്ടിയിട്ടുണ്ട് പരസ്യം, ഈ പത്രങ്ങളിലും വന്നിട്ടുണ്ട് പരസ്യം, ഫുൾ പേജ് പരസ്യങ്ങൾ വന്നു. അതിൻ്റെ നന്ദിയില്ല. ചില ജ്വല്ലറിക്കാരുടെയൊക്കെ പരസ്യം മേടിച്ചിട്ട് അവന് വേണ്ടിയിട്ട് വാലുമടക്കി ആ തോട്ട് വെച്ച് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലും ഇല്ല. പരസ്യത്തിൻ്റെ കാശ് മേടിച്ച് പെട്ടിയിലിടും. എന്നിട്ട് ഇവിടെ നോക്കൂ, നമ്മുടെ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താ? നമുക്ക് പരസ്യം തരുന്ന പരസ്യദാതാവിനോടുള്ള ഒരു കടപ്പണങ്ങൾ കാണിക്കട്ടെ. അത് വേണ്ട. ഇപ്പോൾ ഇവർ കൊമേഴ്സ്യലൈസ് ചെയ്തു എന്ന് പറയുന്ന ഈ പരസ്യങ്ങൾ കൊടുത്ത് കൂടുതൽ ആളുകളെ ആകർഷിച്ചു. കുംഭമേള എന്താണെന്ന് പറഞ്ഞു, അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ കാമ്പയിൻ നടത്തി. ഇപ്പം നാസ കുംഭമേളയുടെ ചിത്രങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്.
ലോകം മുഴുവൻ കുംഭമേളയെ നോക്കുക. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രം ഇതുവരെ കണ്ണുണ്ടായിരുന്നില്ല. ഇനിച്ച് മിക്കവാറും ഇവർ അവിടെ ഒരു യൂണിറ്റ് സ്ഥാപിക്കും, ഗ്യാസ് പൊട്ടി ഇത് സംഭവിച്ചു. ഇനി 15-20 ദിവസം കൂടെ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറേ ഡെഡ് ബോഡികൾ കിട്ടിയേക്കും എന്ന് പറഞ്ഞ് ശവം തിന്നാൻ കുറേ മലയാളി മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടാവും. ഇവരെയൊക്കെ പഴയ കാലത്ത് പറയും തെരണ്ടിവാലിനടിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ മാധ്യമങ്ങളെ വീണ്ടും കാണുന്ന ഓരോ ഹിന്ദുവിനെയും ഓർത്ത് ഒരു ഹിന്ദുവായ എനിക്ക് ലജ്ജ തോന്നുന്നു. അല്ലേ? തോന്നണ്ടേ? ലജ്ജയെങ്കിലും തോന്നണം. നമ്മുടെ കയ്യിൽ തെരണ്ടിവാലില്ല അടിക്കാൻ, നമുക്കിവിടെ അടിക്കാനുള്ള അധികാരവുമില്ല. പക്ഷേ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം ഈ ചാനലുകൾ, ഈ പത്രങ്ങളെ ബഹിഷ്കരിക്കാം. എന്തുകൊണ്ട്? പത്രത്തിൻ്റെ ഏജൻറ്റിനോട് പറയണം, നാളെ ഇന്ന് 29-30 അല്ലേ, 1-ാം തീയതി മുതൽ എനിക്ക് പത്രം വേണ്ട. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കുംഭമേള നടന്നിട്ട് ഈ നിങ്ങളുടെ പത്രത്തിൽ 1-ാം പേജ് ചിത്രം പോലും കൊടുക്കാത്തവർ ഇന്ന് കുംഭമേളയിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആഘോഷിച്ചു. നിങ്ങൾ ആരുടെ കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ ഹിന്ദുക്കളായ വായനക്കാർ തയ്യാറായാൽ ഈ പത്രങ്ങൾ ട്രൗസറിൽ മുള്ളും. കാരണം ഇപ്പോൾ പത്രങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. സർക്കുലേഷൻ പത്രങ്ങൾ മാത്രമല്ല, നിൻ്റെ ചാനൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് എന്ന് ഒരു 100 പേർ ഓരോ ചാനലിൻ്റെ ഓഫീസിലും വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും, ഇവർ ദുരന്തം ഉണ്ടായി ദുരന്തം റിപ്പോർട്ട് ചെയ്യണം, തീർച്ചയായും റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല. പക്ഷേ ഇന്നലെ വരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇന്നലെ വരെ നിങ്ങൾ എന്താ ഇത് കാണാതിരുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറയണം. കുംഭമേള നിങ്ങൾക്ക് അപ്രസക്തമായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാധ്യമപ്രവർത്തകരൊക്കെ നമ്മുടെ സഹജീവികളാണ്, സഹോദര സ്ഥാപനങ്ങളാണ്. പക്ഷെ നെറുകേട് കാണിക്കരുത്. അത് പറയാതെ തരമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.